नमस्ते, सबको स्वागत। पिछली कक्षा में विशेषण के बारे में पढ़ा। विशेषण क्या है, विशेषण के कितने भेद होते हैं, विशेषण का रूपांतर किस प्रकार होते हैं आदि के बारे में, और विशेषणों की तुलना करने के लिए कितनी अवस्थाएँ होती हैं, मूलावस्था, उत्तरावस्था, उत्तमावस्था आदि के बारे में पढ़ा। विशेषणों की व्युत्पत्ति के बारे में भी पढ़ा। നെക്സ്റ്റ് പുതിയൊരു പാഠമാണ് ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ വെർബാണ്. ഒരു സെൻറ്റൻസിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ക്രിയ എന്ന് പറയുന്നത്, വെർബ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ പറയണത് സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് അല്ലേ, SVO പാറ്റേൺ എന്ന് പറയും. അതൊരു കർത്താവ്, കർമ്മം, ക്രിയ സെൻറ്റൻസിലുണ്ടായിരിക്കണം. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതുപോലെ ഹിന്ദിയിലും നമുക്കുണ്ട് ക്രിയ എന്ന് പറയുന്നത്. ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ വായിക്കുകയാണ്. വായിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. എഴുതുക, വായിക്കുക, നിൽക്കുക, നടക്കുക, ചാടുക, ഓടുക, പാടുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രിയയിലാണ് വരുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ പഠന, ലിഖ്ന, ദൗഡ്ന എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്രിയയാണ്. അപ്പോൾ ക്രിയ എന്താണെന്ന് നോക്കാം. जिस शब्द से किसी काम का करना या होना समझा जाए उसे क्रिया कहते हैं. എന്താണ് ക്രിയ, എന്താണ് വെർബ്? ജിസ് ശബ്ദ സേ, ഏത് വേർഡിൽ നിന്നാണോ, കിസി കാം കാ കർണ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, യാ കിസി കാം കാ ഹോന, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ബോധമുണ്ടാക്കുന്നത്. കിസി കാം കാ കർണ യാ ഹോന സംസാജായി, ഒരു പ്രവൃത്തി അവിടെ നടക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഏത് വേർഡിൽ നിന്നാണ് ആ പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നടക്കുക എന്നുള്ള ബോധമുണ്ടാവുന്നത്, അതാണ് ക്രിയ. പോയിൻ്റ് ഇതാണ്. കിസി കാം കാ, ജിസ് ശബ്ദ സേ കിസി കാം കാ കർണ യാ ഹോന സമझा जाए ഉസേ ക്രിയ कहते हैं. അതിനാണ് നമ്മൾ വെർബ് അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത്. ജൈസെ ആന, ജാന, കർണ, ദൗഡ്ന ആദി. നമ്മൾ പറയില്ലേ, ആന വരിക, ജാന പോവുക, കർണ ചെയ്യുക, ദൗഡ്ന ഓടുക, ലിഖ്ന എഴുതുക, പഠന വായിക്കുക, നാച്ന നൃത്തം ചെയ്യുക, ഉഡ്ന എഴുന്നേൽക്കുക, ചഡ്ന കയറുക, ഒക്കെ നമുക്ക് നമ്മുടെ ക്രിയയാണതെല്ലാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതെല്ലാം ക്രിയയാണ്. ക്രിയ വികാരി ശബ്ദ ഹേ ജിസ്കെ രൂപ് ലിംഗ് വചന और पुरुष के अनुसार बदलते हैं. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ശബ്ദം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിയ വികാരി ശബ്ദ ഹേ, വികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉണ്ടാവുന്നതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സംഖ്യ, സർവനാം, ക്രിയ എന്നൊക്കെ പറയുന്നത് വികാരി ശബ്ദമാണ്. ജിസ്കെ രൂപ് ലിംഗ് വചന और पुरुष के अनुसार बदलते हैं. അപ്പോൾ ക്രിയയുടെ രൂപം എന്ന് പറയുന്നത് എന്തിനനുസരിച്ച് മാറുന്നു എന്ന് പറയുന്നത് ലിംഗത്തിനനുസരിച്ച്, വചനത്തിനനുസരിച്ച്, പുരുഷനനുസരിച്ച് മാറ്റം വരുന്നു. ലിംഗം സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം ഏകവചനം, ബഹുവചനം, പുരുഷ് നമ്മൾ പുരുഷവാച സർവനാമം പഠിച്ചു. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾക്കനുസരിച്ചാണ് എന്തിൽ മാറ്റം വരുന്നത്, ക്രിയയിൽ മാറ്റം വരുന്നത്. അപ്പോൾ ക്രിയ വികാരി ശബ്ദമാണ്, ചേഞ്ച് വരുന്നൊരു വേർഡാണ്. ലിംഗ് വചന और पुरुष के अनुसार ക്രിയ ബദൽത്തെ ഹേ, ക്രിയ മാറുന്നു. ഇപ്പോൾ പുല്ലിംഗം ഏകവചനാകുമ്പോൾ എന്ത് വരുന്നു, പുല്ലിംഗം ബഹുവചനാകുമ്പോൾ എങ്ങനെയാവുന്നു, സ്ത്രീലിംഗം ഏകവചനാണെങ്കിൽ, സ്ത്രീലിംഗം ബഹുവചനാണെങ്കിൽ, അതുപോലെ തന്നെ പുരുഷവാചകല മേം വരുമ്പോൾ എങ്ങനെ, തും വരുമ്പോൾ എങ്ങനെ, വഹ് വരുമ്പോൾ എങ്ങനെ, വേ വരുമ്പോൾ എങ്ങനെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്രിയയിൽ മാറ്റം വരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ക്രിയാധാതു എന്താണെന്നാണ് നോക്കുന്നത്. ക്രിയാധാതു जिन मूल शब्दों से क्रियाएं बनती हैं उन्हें धातु कहते हैं.
ഏത് വേഡ് കൊണ്ടാണ്, മൂലശബ്ദം സെ അടിസ്ഥാന വേഡിൽ നിന്നാണ് ക്രിയകൾ ഉണ്ടാക്കുന്നത്. ഏത് അടിസ്ഥാന വേഡിൽ നിന്നാണ് ക്രിയ ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ ക്രിയാധാതു എന്ന് പറയുന്നു. ഇപ്പോൾ പഠന അല്ലെങ്കിൽ ലിഖ്ന എന്ന് പറയുന്ന ക്രിയ, സാമാന്യ ക്രിയ അതാണ്. അപ്പോൾ അതിൻ്റെ ക്രിയാധാതു എന്ന് പറയുന്നത് പഡ് എന്നുള്ളതാണ്. പഠന എന്നുള്ളതാണെങ്കിൽ പഡ് എന്നുള്ളതാണ് എൻ്റെ ക്രിയാധാതു. ലിഖ്നാണെങ്കിൽ ലിഖ്, ദൗഡിനാണെങ്കിൽ ദൗഡ്. അപ്പോൾ ക്രിയാധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻ മൂലശബ്ദം സെ ക്രിയായം ബൻതി ഹെ, ഏത് അടിസ്ഥാന വേഡ് ഉപയോഗിച്ചാണ് ക്രിയകൾ ഉണ്ടാക്കുന്നത് അതിനെ നമ്മൾ ക്രിയാധാതു എന്ന് പറയുന്നു. धातु में ना जोड़ने से क्रिया का सामान्य रूप बनता है. ഈ ക്രിയാധാതുവിൻ്റെ കൂടെ ന എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയയുടെ സാമാന്യ രൂപം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിയാധാതുവിൽ നിന്നാണ് ക്രിയയുടെ സാമാന്യ രൂപം ഉണ്ടാക്കുന്നത്. പിന്നെ ലിംഗവും വചനവും പുരുഷനും അതൊക്കെ അനുസരിച്ചാണ് പിന്നെ അതിൽ മാറ്റങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രിയാധാതു എന്താണ് ചോദിക്കുക? ക്രിയാധാതു കിസേ കഹത്തെ ഹെ? जिन मूल शब्दों से क्रियाएँ बनती है उन्हें धातु कहते हैं. അതായത് ധാതു മേ ന ജോഡ്നെ സേ ക്രിയ ക സാമാന്യ രൂപ ബൻത. പഡ് എന്നുള്ള ക്രിയാധാതു ആണെങ്കിൽ അതിൻ്റെ കൂടെ പഡ് പ്ലസ് ന പഡ്ന. ലിഗ് എന്നുള്ള ക്രിയാധാതു ആണെങ്കിൽ ലിഗ് പ്ലസ് ന ലിഗ്ന. ഉഡ്നെയാണെങ്കിൽ ഉഡ് പ്ലസ് ന. അപ്പോൾ നമ്മൾ ക്രിയാധാതു ഉണ്ടാക്കുന്ന രീതി പറയുന്നത് ക്രിയാധാതുവിൽ സാമാന്യ രൂപം ഉണ്ടാക്കുന്നതാണ് ക്രിയാധാതുവിൻ്റെ കൂടെ ന ചേർക്കുമ്പോൾ. അപ്പോൾ ഇവിടെ പറയണേ ജയ്സേ പഡ് പ്ലസ് നാ, നാ ദീർഘണ്ട് പഡ്ന. ഷഡ് പ്ലസ് നാ ഷഡ്ന. അപ്പോൾ ക്രിയാധാതുവിൽ നിന്ന് നമ്മൾ സാമാന്യ രൂപത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഇനി മൂലധാതുമേ വികാർ ഹോനെ സേ ഹി ക്രിയാക്കെ അന്യരൂപ് ബൻത്തെ ഹി. ഈ മൂലധാതുവിൽ ചേഞ്ച് വരുന്നതിനനുസരിച്ച് ക്രിയയുടെ മറ്റു രൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. മൂലധാതുമേ വികാർ ഹോനെ സേ ഹി, ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ക്രിയാക്കി അന്യരൂപ ബനത്തെ, ക്രിയയുടെ മറ്റു രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ജയ്സേ ദൗഡ് സേ ദൗഡ്ന. ദൗഡ് എന്ന് പറയുന്ന ക്രിയാധാതുവിൽ നിന്ന് നമുക്ക് സാമാന്യ ക്രിയാരൂപം ഉണ്ടാക്കും. നാ ചേർത്ത് കഴിഞ്ഞാൽ ദൗഡ്ന എന്നായിട്ട് മാറുന്നു. ഇനി അത് പുല്ലിംഗ ഏകവചനമാകുമ്പോൾ ദൗഡ്ത്ത എന്നായിട്ട് മാറുന്നു. ഇനി അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അവിടെ ദൗഡ എന്നായിട്ട് മാറുന്നു പുല്ലിംഗത്തിൽ. സ്ത്രീലിംഗത്തിലാകുമ്പോൾ ദൗഡി എന്നായിട്ട് മാറുന്നു. അതുപോലെ ദൗഡേക, ദൗഡേങ്കെ, ദൗഡോ ആദി. അപ്പോൾ തും കർത്താവായി വരുമ്പോൾ എങ്ങനെ വരുന്നു, വേയാകുമ്പോൾ എങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലിംഗത്തിനും വചനത്തിനും പുരുഷനനുസരിച്ച് ക്രിയയിൽ മാറ്റം വരുന്നു. അപ്പോൾ അതിലെ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ക്രിയ എന്താണെന്ന് പഠിച്ചു, ക്രിയ വികാരി ശബ്ദമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജിസ് ശബ്ദസെ കിസി കാം കാ കർണ യാ ഹോന സംസാ ജായെ, അതാണ് ക്രിയ എന്ന് പറഞ്ഞു. അതിൽ ക്രിയാധാതു എന്താണെന്ന് നമ്മൾ പഠിച്ചു. ജിൻ മൂലശബ്ദവും സെ ക്രിയായം ബൻത്തെ ഹെ ഉനെ ക്രിയാധാതു കഹത്തെ ഹെ. ഈ ക്രിയാധാതുവിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സാമാന്യ ക്രിയ ഉണ്ടാക്കുന്നത്? ക്രിയാധാതു കെ സാത്ത് നാ ജോഡ്നെ സെ, ധാതുവിൻ്റെ കൂടെ നാ ചേർത്ത് കഴിഞ്ഞാൽ സാമാന്യ ക്രിയാരൂപം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു സെൻറ്റൻസിൽ അത്യാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ് കർത്ത, കർമ്മ, ക്രിയ. കർത്താവ് വേണം, കർമ്മം വേണം, ക്രിയ വേണം. ഈ 3 എന്താണെന്ന് നോക്കാം. വാക്യമേ കർത്ത, കർമ്മ ഓർ ക്രിയാക്ക മഹത്വപൂർണ്ണ സ്ഥാനം ഹെ. അപ്പോൾ ഒരു സെൻറ്റൻസിൽ കർത്താവിനും കർമ്മത്തിനും ക്രിയയ്ക്കും വളരെ പ്രധാന സ്ഥാനമാണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സെൻറ്റൻസിൽ അത്യാവശ്യം വേണ്ട അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് കർത്താവ്, കർമ്മം, ക്രിയ. അത് നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ്, ऑब्जेक्ट, वर्ब. क्रिया के करने वाले को कर्ता कहते हैं. क्रिया का फल कर्ता से हटकर जिस पर पड़ता है उसे कर्म कहते हैं और उनके द्वारा होने वाले कार्य को क्रिया कहते हैं. എന്താണ് കർത്താവ്, കർമ്മം, ക്രിയ എന്ന് പറയുന്നത്? ക്രിയാക്ക് കർണേ വാലേക്കോ കർത്താകത്തെ. ക്രിയ ചെയ്യുന്ന ആൾ, പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണ്? കർത്താവാണ്. ഒരു സെൻറ്റൻസിലെ പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അതാണ് കർത്ത. ഇനി ക്രിയാ കാ ഫൽ കർത്താ സെ ഹട്ട്കർ ജിസ് പർ പഡ്താ ഹെ.
ഇനി ക്രിയയുടെ ഫലം എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് മാറിയിട്ട് എന്തിലാണോ പതിക്കുന്നത് ഉസേ കർമ്മ കഹത്തെ ഹെ, അതിന് നമ്മൾ കർമ്മം എന്ന് പറയുന്നു. ഇനി ഉൻകെ ദ്വാര ഹോനെ വാലെ കാര്യക്കോ, ഇനി ഇത് മുഖേന ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മൾ ക്രിയ എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ करने वाले को, क्रिया के करने वाले कर्ता, क्रिया का फल कर्ता से हटकर जिस पर पड़ता है, जिस व्यक्ति पर, जिस वस्तु पर पड़ता है उसे कर्म कहता है. उनके द्वारा, दोनों के द्वारा, कर्ता और कर्म के द्वारा होने वाले कार्य को क्रिया कहते हैं. കർത്താവും കർമ്മവും രണ്ടും മുഖേന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. ജൈസെ രാം പുസ്തക് പഠിത്താ ഹെ, ഇതിൽ കർത്താവുണ്ട്, കർമ്മമുണ്ട്, ക്രിയയുണ്ട്. ഇതിൽ രാമൻ എന്ന് പറയുന്നത് കർത്താവാണ്. രാമൻ ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? പഠിത്താ ഹെ, രാമന് വായിക്കുകയാണ്. എന്താണ് പഠിക്കുന്നത്? പുസ്തകമാണ് വായിക്കുന്നത്. അപ്പോൾ അതിൽ കർത്താവുമുണ്ട്, കർമ്മമുണ്ട്, ക്രിയയുണ്ട്. ഇസ് വാക്യമേ രാം കർത്താ ഹെ, ഇപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ രാം എന്ന് പറയുന്നത് കർത്താവാണ്. പുസ്തക് കർമ്മ ഹെ, ഇതിൽ പുസ്തകം എന്ന് പറയുന്നത് കർമ്മമാണ്. അവർ പഠിത്താ ഹെ ക്രിയാ ഹെ, ഇതിൽ പഠിത്താ ഹെ എന്നുള്ളത് ക്രിയയാണ്. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ വളരെ പ്രധാനപ്പെട്ട 3 സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ്: കർത്താവ്, കർമ്മം, ക്രിയ. ഇത് 3ഉം നമുക്ക് ആവശ്യമാണ്. ക്രിയാക്കെ കർണേ വാലെയാണ് കർത്ത എന്ന് പറയുന്നത്. ക്രിയ का फल कर्ता से हटकर जिस पर पड़ता है उसे कर्म कहते हैं. उनके द्वारा होने वाले कार्य को क्रिया कहते हैं. ക്രിയാക്കെ ഭേദ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്രിയ 2ആയിട്ട് തിരിക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും സകർമ്മക അകർമ്മക എന്നുള്ളത്. ക്രിയാക്കെ 2 ഭേദ് ഹേ, സകർമ്മക ക്രിയ, അകർമ്മക ക്രിയ. ക്രിയ 2 തരത്തിലുണ്ട്. ഒന്ന് സകർമ്മകമാണ്, ഒന്ന് അകർമ്മക. നമുക്ക് പറയുമ്പോൾ തന്നെ സകർമ്മക കർമ്മമുണ്ട്, അകർമ്മക കർമ്മമില്ല. എന്താണ് സകർമ്മക എന്നുള്ളത്, അകർമ്മക എന്നുള്ളത് നമ്മൾ നോക്കണത്. എന്താണ് സകർമ്മക? സകർമ്മ ക്രിയ ഉസേ कहते हैं जिसमें क्रिया का फल कर्ता पर न पड़कर कर्म पर पड़ता है. അതായത് സകർമ്മ ക്രിയ എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മമുണ്ട്. അതായത് ക്രിയയുടെ ഫലം എന്ന് പറയുന്നത് കർത്താവിൽ നിന്ന് മാറിയിട്ട്, കർത്താപ്പർ ന പടുക്കർ, കർത്താവിനല്ല, ക്രിയയുടെ ഫലം കിട്ടുന്നത് കർത്താവിനല്ല, നേരെ മറിച്ച് കർമ്മപ്പർ പടുത്താഹേ, കർമ്മത്തിനാണ് കിട്ടുന്നത്. അതിനെ നമ്മൾ പറയുന്നതാണ് സകർമ്മക്രിയ. അതായത് അവിടെ കർമ്മത്തിനാണ് അവിടെ പ്രാധാന്യം വരുന്നത്. കർമ്മമുണ്ട്, സകർമ്മകാണ്, കർമ്മമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സകർമ്മക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ എങ്ങനെയാണ്? ക്രിയ का फल कर्ता पर न पड़कर कर्म पर पड़ता है. ക്രിയയുടെ ഫലം എന്ന് പറയുന്നത് കർത്താവിലല്ല വന്നു ചേരുന്നത്, കർമ്മത്തിലാണ്. കർമ്മത്തിനാണ് അവിടെ പ്രാധാന്യമുള്ളത്. ജൈസെ സീതാനെ ആം ഖായ, സീത കഴിച്ചു. സീതാനെ ഖായ, സീത കഴിച്ചു. ഖ്യാ ഖായ, എന്താ കഴിച്ചത്? പ്രാധാന്യം എവിടെയാണ്? മാങ്ങയാണ് കഴിച്ചത്. അപ്പോൾ സീതയേക്കാളും കൂടുതൽ പ്രാധാന്യം അവിടെ മാങ്ങയ്ക്കാണ് കൊടുത്തത്, കർമ്മത്തിനാണ് കൊടുത്തത്. സീതാനെ ആം ഖായ, സകർമ്മകമാണ്, കർമ്മമുണ്ട്. സീത എന്ത് കഴിച്ചു? മാങ്ങ കഴിച്ചു. ആം എന്നുള്ളത് അവിടെ ആൻസർ വന്നു. നെക്സ്റ്റ്, ഗോപാൽ ഹിന്ദി സീഖ്താ ഹെ. ഗോപാൽ ഹിന്ദി പഠിക്കുന്നു. അപ്പോൾ അവിടെ ഗോപാൽ എന്താണ് പഠിക്കുന്നത്? ഗോപാലൻ പഠിക്കുന്നത് ഹിന്ദിയാണ്. അപ്പോൾ അവിടെ ക്യാ സീഖ്താ ഹെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഉണ്ട്. കർമ്മം അവിടെ ഓൾറെഡി ഉണ്ട്, ഹിന്ദി എന്നുള്ളതുണ്ട്. അപ്പോൾ അവിടെ ഗോപാലിനേക്കാളും പ്രാധാന്യം അവിടെ കർമ്മത്തിനാണ്, ഹിന്ദിക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. ഉപയുക്ത വാക്യോं में खाने और सीखने क्रिया का फल क्रमशः आम और हिंदी पर पड़ता है, अतः ये സകർമ്മ ക്രിയായേ ഹെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സകർമ്മ ക്രിയയിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഈ നേരത്തെ പറഞ്ഞ സീതാനെ ആം ഖായ എന്നുള്ളതും ഗോപാൽ ഹിന്ദി സീഖ്താ ഹെ എന്നുള്ള ഈ 2 സെൻറ്റൻസിൽ നമ്മൾ ഖാനെ और സീഖ്നെ എന്ന് പറയുന്ന, അതായത് തിന്നുക
അതുപോലെ തന്നെ പഠിക്കുക എന്നുള്ള ആ ക്രിയയുടെ ഫലം ആ ഒരു ക്രമപ്രകാരം തിന്നുന്നത് അവിടെ മാങ്ങയാണ്, ആം എന്നുള്ളതാണ്. അതുപോലെ പഠിക്കുന്നത് ഹിന്ദിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ആ കർത്താവ് ചെയ്യുന്നതിൻ്റെ ആ ക്രിയയുടെ ഫലം എന്ന് പറയുന്നത് ആം और ഹിന്ദി पर पढ़ता है, കർമ്മത്തിലാണ് വന്ന് ഉപയോഗിക്കുന്നത്. അതഹ യേ സകർമ്മക്രിയായേ ഹേ, അതുകൊണ്ടത് സകർമ്മക്രിയയാണ്, കർമ്മമുള്ള ക്രിയയാണ്. എന്താണ് തിന്ന്, എന്താണ് പഠിച്ച്, എന്താണ് എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ആൻസർ ഉണ്ട്, അവിടെ കർമ്മമുണ്ട്. അതിനെ നമ്മൾ സകർമ്മക്രിയ എന്ന് പറയുന്നത്. ഇനി അകർമ്മക്രിയ എന്താണെന്ന് നോക്കാം. അകർമ്മക്രിയ വഹേ ജിസ്മേ ക്രിയ കാ ഫൽ കർത്താ പർ ഹി പഡ്താ ഹെ. അകർമ്മക്രിയയിൽ അവിടെ കർമ്മം ഉണ്ടായിരിക്കില്ല, അവിടെ ക്രിയയുടെ ഫലം കർത്താവിൽ തന്നെയാണ് വന്ന് ഭവിക്കുന്നത്. ജൈസെ ലഡ്കി നാച്തി ഹേ ശങ്കർ സോത്താ ഹേ, പെൺകുട്ടി നൃത്തം ചെയ്യുന്നു. അവിടെ ഇടയിൽ കർമ്മമൊന്നുമില്ല, കർത്താവും ക്രിയയും മാത്രമേ ഉള്ളൂ. ശങ്കർ സോത്താ ഹേ, ശങ്കർ ഉറങ്ങുന്നു. അതിൻ്റെ ഇടയിൽ ഒന്നുമില്ല, കർമ്മങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ അകർമ്മക്രിയയിൽ കർമ്മം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. അകർമ്മക്രിയ എന്ന് പറഞ്ഞ പോയിൻ്റ് ഇതാണ്. എന്താണ് പോയിൻ്റ്? ജിസ്മേ ക്രിയ കാ ഫൽ കർത്താ പർ ഹി പഡ്താ ഹെ, ക്രിയയുടെ ഫലം എന്ന് പറയുന്നത് കർത്താവിനെയാണ്, ഇടയിൽ ആരും തന്നെ ഇല്ല, കർത്താവിന് തന്നെയാണ് അവിടെ അതിൻ്റെ ഫലം കിട്ടുന്നത്. അതാണ് അകർമ്മക്രിയ, അവിടെ കർമ്മം ഉണ്ടായിരിക്കില്ല. उपयुक्त वाक्यों में कर्ता ही व्यापार और फल दोनों का भोक्ता है, परंतु सकर्म क्रिया में इससे भिन्नता होती है. അപ്പം മേൽപ്പറഞ്ഞ സെൻറ്റൻസുകളിൽ കർത്താ ഹി വ്യാപാർ और ഫൽ दोनों का भोक्ता है, കർത്താവ് തന്നെയാണ് ആ പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ആ ഫലത്തിൻ്റെ രണ്ടിൻ്റെയും ഉപഭോക്താവ് എന്ന് പറയുന്നത്. അത് കർത്താവ് തന്നെയാണ്. പരന്തു സകർമ്മക്രിയാമേസെ ഭിന്നത ഹോത്തി, പക്ഷേ സകർമ്മക്രിയയാണെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അവിടെ കർമ്മം ഉണ്ടായിരിക്കും, കർത്താവ് മാത്രമല്ല കർമ്മം ഉണ്ടായിരിക്കും. വഹാ കേവൽ കർത്ത കേവൽ വ്യാപാർ കർത്താ ഹേ और उसका फल कर्म पर पड़ता है. അപ്പോൾ സകർമ്മക്രിയയും അകർമ്മക്രിയയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ കർത്താവിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ആ വ്യാപാരം അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നതിൽ രണ്ടിൻ്റെയും ഭോക്താവ് എന്ന് പറയുന്നത് ഉപഭോക്താവ് എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. പക്ഷേ സകർമ്മക്രിയ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അതിൽ കർത്താവ് അവിടെ പ്രവൃത്തി ചെയ്യുന്നു, ഫലം കിട്ടുന്നത് കർമ്മത്തിനാണ്. അവിടെ കർമ്മമുണ്ട്, അതാണ് സകർമ്മക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സകർമ്മക്രിയ അകർമ്മക്രിയ എന്നുള്ളത്? അതായത് ക്രിയാക്കെ ദോ ഭേദ് ഹോത്തെ ഹേ, ഏക്ക് സകർമ്മക്രിയ ദൂസര അകർമ്മക്രിയ. അതായത് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, ഒരു സകർമ്മക്രിയയാണോ അകർമ്മക്രിയയാണോ എന്ന് നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. സകർമ്മകവർ അകർമ്മക്രിയാവം കി പേച്ചാൻ, എങ്ങനെയാണ് സകർമ്മക്രിയയാണോ അകർമ്മക്രിയയാണെന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? സകർമ്മക और अकर्म क्रियाओं की पहचान क्या किसे या किसको आदि प्रश्न करने से होती है. ഈ സകർമ്മമാണോ അകർമ്മക്രിയയാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ക്യാ കിസേ യാ കിസ്കോ ആദി പ്രശ്ന കർണേ സേ ഹോത്തി ഹേ. നമ്മൾ ചോദിക്കുകയാണ് ക്യാ കിസേ അല്ലെങ്കിൽ കിസ്കോ. ഇപ്പോൾ നമ്മൾ പറയണേ ഇവിടെ സീതാനെ ആം ഖായ. അപ്പോൾ ചോദിക്കാം, നമുക്ക് സീതയോട് ചോദിക്കാം, സീതാനെ ക്യാ ഖായ, സീത എന്താണ് കഴിച്ചത്? ഇപ്പോൾ നമുക്കവിടെ ആൻസർ ഉണ്ട്, സീതാനെ ആം ഖായ. സീത അവിടെ എന്ത് കഴിച്ചു? മാങ്ങ കഴിച്ചു. നമുക്കവിടെ ആൻസർ പറയാൻ പറ്റും. അല്ലെങ്കിൽ രാമനെ രാവൺ കോ മാര, ഒരു സെൻറ്റൻസ്, രാമൻ രാവണനെ കൊന്നു. നമുക്ക് ചോദിക്കാം രാമനെ കിസ്കോ മാര അല്ലെങ്കിൽ കിസേ മാര, ആരെ കൊന്നു എന്ന് ചോദിച്ചവിടെ ഉത്തരമുണ്ട് രാവൺ കോ മാര. അപ്പോൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ അവിടെ കർമ്മം ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് എന്ത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് സകർമ്മക്രിയയാണ്. ഇവിടെ പറയുന്നുണ്ട് യദി കുച്ച് ഉത്തരം മിലേ തോ സംചന ചാഹിയേ കി
क्रिया सकर्मक है और यदि न मिले तो अकर्मक होगी. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അതായത് ഇവിടെ ക്യാ കിസെ യാ കിസ്കോ ആദി പ്രശ്ന പൂച്ച്നെ പർ ഉത്തർ മിലേ തോ. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുകയാണെങ്കിൽ ക്രിയ സകർമ്മക ഹേ. ക്രിയ അവിടെ സകർമ്മ ക്രിയയാണ്, അവിടെ കർമ്മമുണ്ട്. യദി ഉത്തർ ന മിലേ തോ ക്യാ കിസെ യാ കിസ്കോ ആദി പ്രശ്ന പൂച്ച്നെ പർ ഉത്തർ ന മിലേ തോ യഹ് അകർമ്മക ഹോഗി. ഉത്തരം കിട്ടിയില്ലെങ്കിൽ, ചോദ്യം ചോദിച്ച് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് അകർമ്മകമാണ്. ഇപ്പോൾ ലടുക്കി നാച്തി ഹേ, ക്യാ നാച്തി ഹേ, കിസ്കോ നാച്തി ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആൻസർ ഇല്ല. അതങ്ങനെയാണെങ്കിൽ അത് അകർമ്മക ഹോഗി, അകർമ്മക്രിയ ആയിരിക്കും. ഉദാഹरण के लिए पढ़ता है क्रिया से क्या पढ़ता है प्रश्न किए जाने पर उत्तर मिलेगा हिंदी पढ़ता है. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഇതിൽ പറയാണ്. എന്താണ്? പഠിത്താ ഹേ, പഠിക്കുന്നു. ക്രിയ സെ ക്യാ പഠിത്താ ഹേ പ്രശ്ന കിയെ ജാനെ പർ ഉത്തർ മിലേഗ തോ. അപ്പോൾ നമ്മൾ ക്രിയയോട് ചോദിക്കുകയാണ്, ക്യാ പഠിത്താ ഹേ, എന്താണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്ന കിയെ ജാനെ പർ ഉത്തർ മിലേഗ, അവിടെ ഉത്തരം കിട്ടും. ഒന്നുകിൽ ഹിന്ദി പഠിത്താ ഹേ, അല്ലെങ്കിൽ മലയാളം പഠിത്താ ഹേ, സംസ്കൃതം പഠിത്താ ഹേ, അറബി പഠിത്താ ഹേ, തമിഴ് പഠിത്താ, അങ്ങനെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം കിട്ടും. എന്താണ്? ഒന്നുകിൽ ഹിന്ദി പഠിത്താ ഹേ എന്ന് കിട്ടും, അല്ലെങ്കിൽ തമിഴ് പഠിത്താ ഹേ എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സകർമ്മ ക്രിയയാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നുണ്ട്. അതഹ പഠിത്താ ഹേ സകർമ്മ ക്രിയ. അതുകൊണ്ട് ഇവിടെ പഠിത്ത എന്ന് പറയുന്നത് സകർമ്മ ക്രിയയാണ്. എന്ത് പഠിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉത്തരം കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും ഉത്തരം അവിടെ കിട്ടും. ആ ഉത്തരം കിട്ടുകയാണെങ്കിൽ അത് സകർമ്മക്രിയയാണ്. അപ്പോൾ പഠിത്ത അല്ലെങ്കിൽ ലിഖ്ത എന്നൊക്കെ പറയുന്നത് സകർമ്മക്രിയയാണ്. इसी प्रकार आता है और जाता है क्रिया से क्या किसे किसको लगातार प्रश्न किए जाने पर कोई उत्तर नहीं मिलता. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു സോത്താ ഹേ, ആത്താ ഹേ, ജാത്താ ഹേ എന്നൊക്കെ പറയുന്ന ക്രിയകൾ. ആ ക്രിയയുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ് ക്യാ കിസെ കിസ്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോയി ഉത്തർ നഹി മിൽത്ത, ഒരു മറുപടി, ഒരു ഉത്തരം നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പറയണേ ബച്ച സോത്താ ഹേ അല്ലെങ്കിൽ ബച്ച ആത്താ ഹേ. ക്യാ ആത്താ ഹേ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. കിസെ ആത്താ ഹേ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടില്ല, അവിടെ കർമ്മമില്ല. അപ്പോൾ ഇവിടെ പറയുന്ന സകർമ്മകം എന്ന് പറയുന്നത് ആത്താ ഹേ, ജാത്താ ഹേ ക്രിയ സേ क्या किसे किसको लगातार प्रश्न किए जाने पर कोई उत्तर नहीं मिलता. മറുപടി ഒന്നും കിട്ടില്ല, ഉത്തരമൊന്നും കിട്ടില്ല. അതഹ ഈ ക്രിയയെ സകർമ്മക നഹീം അകർമ്മക ഹേ. അതുകൊണ്ട് ഈ ക്രിയകൾ സകർമ്മകമല്ല, അകർമ്മകമാണ്. കർമ്മം അവിടെ ഇല്ല. कुछ क्रियाएं ऐसी है जो सकर्मक और अकर्मक दोनों रूपों में प्रयुक्त होती है. കുറച്ച് ക്രിയകൾ എങ്ങനെയുണ്ട്? അതായത് സകർമ്മക അകർമ്മക ദോനോ രൂപമേ, അതായത് സകർമ്മക ക്രിയയുടെ രൂപത്തിലും അകർമ്മ ക്രിയയുടെ രൂപത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ക്രിയകളുണ്ട്. അതിലാണ് നമ്മൾ ഗുജ്ലാന, ലൽച്ചാന, ഖബരാന, ലച്ചാന, ബർണാദി. ഗുജ്ലാന നമ്മൾ ചൊറിയുക എന്നുള്ള അർത്ഥത്തിൽ വരുന്നു. ലൽച്ചാന ആഗ്രഹിക്കുക, കൊതിക്കുക. ഖബരാന പേടിപ്പെടുത്തുക. അതുപോലെ ലച്ചാന ലജ്ജിപ്പിക്കുക, ബർണ നിറയുക തുടങ്ങിയത്. അപ്പോൾ കുറച്ച് ക്രിയകൾ നമുക്ക് അകർമ്മകത്തിലും സകർമ്മകത്തിലും രണ്ടിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിൽ കുറച്ച് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ലൽച്ചാന, ഖബരാന തുടങ്ങിയൊക്കെ അതിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചത് സകർമ്മ ക്രിയകളെ നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അകർമ്മകമാണോ സകർമ്മകമാണോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു കാര്യം ഇതാണ്. ये सकर्मक और अकर्म क्रियाओं को पहचानने के लिए क्या किसे और किसको आदि प्रश्न करने से उत्तर मिले तो वे सकर्म क्रियाएं हैं. ചോദിക്കാവുന്ന ഒരു കാര്യമാണ് सकर्म क्रियाएं अल्ले सकर्मक और अकर्म क्रियाओं की पहचान करने के लिए क्या करना चाहिए. തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ पहचानने के लिए क्या किसे और किसको आदि प्रश्न पूछने पर उत्तर मिले तो
ये सकर्मक है. ये प्रश्न पूछने पर उत्तर नहीं मिले तो अकर्मक क्रियाएं हैं. ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് അകർമ്മ ക്രിയയാണ്. അപ്പോൾ നമ്മൾ പഠിത്താ ഹേ ലിഖ്താ ഹേ എന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്രിയകൾ നമ്മൾ സകർമ്മ ക്രിയയാണ്. എന്നാൽ ആത്താ ഹേ ജാത്താ ഹേ സോത്താ ഹേ എന്നൊക്കെ പറയുന്ന ക്രിയകൾ അകർമ്മ ക്രിയയുമാണ്. എന്നാൽ കുറച്ച് ക്രിയകൾ നമ്മൾ രണ്ടിലും ഉപയോഗിക്കുന്നുണ്ട്. അകർമ്മകത്തിലും സകർമ്മകത്തിലും ഉപയോഗിക്കുന്ന കുറച്ച് ക്രിയകളുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ക്രിയ എന്ന് പറയുന്നത് എന്താണ്, ക്രിയാധാതു എന്താണ് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ കർത്ത കർമ്മ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്രിയ के कितने भेद होते हैं, सकर्मक और अकर्मक, അത് ഓരോന്നും എന്താണ്. അതുപോലെ सकर्मक और अकर्मक क्रियाओं की पहचान करने के लिए हमें क्या करना चाहिए, അത് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിച്ചത്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ദ്വികർമ്മക ക്രിയയാണ്. നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം ദ്വികർമ്മക, രണ്ട് കർമ്മമുള്ള ക്രിയ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.